ക്വസ്റ്റ്യൻ നോക്കാം. Why is the vapor pressure of a solvent in solution lower than the pure solvent? നമുക്കറിയാം, ആദ്യം നമ്മൾ ഒരു പ്യുവർ സോൾവെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസിൽ ഫുൾ എന്താണ് സോൾവെന്റ് മോളിക്യൂൾസ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് എന്താണ് സോൾവെന്റ് മോളിക്യൂൾസിനെ വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അതിലോട്ട് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാന്ന് വെച്ചു. ആ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സർഫസിന്റെ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങ് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ആ സർഫസിലുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ നമ്പർ അവിടെ കുറയുന്നുണ്ട്. എന്തുകൊണ്ടിട്ട് ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അവിടെ വന്നത് കൊണ്ടിട്ട് സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ മോളിക്യൂൾസ് അവിടെ നിന്നിട്ട് കുറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ വേപ്പർ ഫേസിലേക്ക് എന്താണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ എസ്കേപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് കുറയുന്നത് കൊണ്ടിട്ടാണ് വേപ്പർ പ്രഷറും നമ്മളവിടെ കുറയുന്നത്. അതുകൊണ്ടാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനെക്കാട്ടിലും ലോവർ ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. അപ്പം വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഇസ് ഷോൺ ബൈ എ മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് അസറ്റോൺ? അപ്പം എഥനോളിലും അസറ്റോണിലും ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? റോഡ്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നോക്കിക്കേ, പ്യുവർ എഥനോൾ മോളിക്യൂൾസ് തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. ആ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം എഥനോൾ മോളിക്യൂൾസ് നല്ല സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് അവർക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെങ്കിൽ അതിനകത്തോട്ട് ഒരു അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ് ഡിസ്ട്രക്ട് ചെയ്തിട്ട് വിടുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ എഥനോൾ അസറ്റോൺ ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, ഈ എഥനോൾ ഇന്ററാക്ഷനെ കാട്ടിലും നല്ല വീക്ക് ആയിരിക്കും. സോ ഇന്ററാക്ഷൻസ് അവിടെ വീക്ക് ആവുന്നത് കൊണ്ടിട്ട് തന്നെ മോളിക്യൂൾസ് സൊല്യൂഷനിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പെട്ടെന്ന് പറ്റും, ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കറിയാം, റോൾസ് ലോ വെച്ചിട്ട് നമുക്കറിയാം എന്ത് ആക്ച്വൽ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എന്താണ് പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ അതുകൊണ്ടിട്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മിക്സ്ചർ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എവിടെ നിന്നിട്ട്? റോൾസ് ലോ വെച്ചിട്ട്. ഓക്കെ.